മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കമലേശ്വരം തറവാട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് കണ്ണനെ കണ്ട് ക്ഷേത്രത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നു. അതായത് മഞ്ജുവിനെയും ദേവി മുത്തശ്ശിയൊക്കെ കണ്ടിരുന്നു എന്നുള്ള കാര്യം. മഞ്ജുവിനെ കണ്ടപ്പം എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ ഒട്ടും സന്തോഷവതിയല്ല. മേഘൻ്റെ എന്തൊക്കെയോ കള്ളക്കളികൾ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കേണ്ട, സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പായിട്ടും തരാം എന്നൊക്കെ പറഞ്ഞിട്ടും വേണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, അങ്ങനല്ലേ പറയാൻ പറ്റൂ, നമ്മളെയൊക്കെ ധിക്കരിച്ചല്ലേ അവൾ മേഘനെ സെലക്ട് ചെയ്തത്. അതിൻ്റെ ഒരു കുറ്റബോധം അവളിലുണ്ട്. അത് മാത്രമല്ല കണ്ണേട്ട, മഞ്ജു വിവാഹ സമ്മാനമായിട്ട് കൊണ്ടു ചെല്ലുന്ന ആഭരണങ്ങൾ ഉപയോഗിച്ച് സ്വാതിയുടെ കല്യാണം നടത്താമെന്നാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെയൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് സീമന്തിനി അമ്മായിക്കും വാമദേവനും മേഘനും ഒക്കെ അവളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റമുണ്ട്. മഞ്ജുവിൻ്റെ വർത്തമാനത്തിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവരെന്തോ കഷ്ടപ്പെടുത്തുന്നു എന്നൊരു സംശയമുണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, അതിന് മഞ്ജുവിനോട് എനിക്ക് യാതൊരു പരാതിയില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. മഞ്ജുവിന് എന്ത് കൊടുക്കാനും സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതൊന്നും നാളെ അവൾക്ക് ഉതകത്തില്ല. കാരണം മേഘനെന്ന് പറയുന്നവൻ ചതിയനാണ്. അവൾ എന്ത് സ്ത്രീധനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാലും അതെല്ലാം അവൻ നശിപ്പിച്ചിട്ടിരിക്കും. എന്നാൽ നാളെ ഒരു സമയത്ത് അവനും അവൾക്ക് ഉതകത്തില്ല. അവന് മഞ്ജു മാത്രം പോരല്ലോ ഭാര്യയായിട്ട്, ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുള്ളവൻ എങ്ങനെ മഞ്ജുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നു, കണ്ണേട്ടൻ പറയുന്നത് ശരിയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തായാലും ഇതിനുള്ള പോംവഴി താൻ തന്നെ കണ്ടുപിടിച്ചോളാമെന്നാണ് മഞ്ജു പറഞ്ഞിരിക്കുന്നതെന്ന് മഹാലക്ഷ്മി പറയുന്നു. നല്ലൊരു തീരുമാനം എടുത്താൽ മതിയായിരുന്നെന്ന് കണ്ണനും പറയുന്നുണ്ട്. അതേസമയം ക്ഷേത്രത്തിൽ വെച്ച് ദേവി മുത്തശ്ശിയെ കണ്ട കാര്യവും മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഒരുപാട് സന്തോഷമാകുന്നു. എത്ര നാളായില്ലേ ഈ മുത്തശ്ശിയെ കണ്ടിട്ട്, ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു മുത്തശ്ശിയെ കാണണമെന്ന്. എന്താ മുത്തശ്ശി പറഞ്ഞേ എന്ന് കണ്ണൻ ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, മുത്തശ്ശി നമ്മളെക്കുറിച്ച് എല്ലാം അറിയുന്നുണ്ട്. അതായത് നമ്മൾ പ്രേതനാടകം കളിച്ചതും ശത്രുക്കൾക്കിട്ട് നല്ലൊരു തിരിച്ചടി കൊടുത്തതും മാത്രമല്ല, കണ്ണേട്ടൻ്റെ കാൽവിരലുകൾ ചലിച്ച വിവരം മറ്റാരുടെയും പറയണ്ട, രഹസ്യമാക്കി വെക്കണമെന്നുള്ള തീരുമാനം പോലും അറിഞ്ഞിരിക്കുന്നു. അത് കേട്ട് കണ്ണൻ ആകെ അങ്ങ് ഷോക്കാവുന്നു. അതൊക്കെ മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു? അതാ കണ്ണേട്ടാ ഞാൻ പറഞ്ഞത്, ദൈവിക ചൈതന്യമുള്ള മുത്തശ്ശിയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം. മാത്രമല്ല മുത്തശ്ശി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കേട്ടാൽ കണ്ണേട്ടന് ഉറപ്പായിട്ടും സന്തോഷമാകും. എന്താന്ന് നോക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട ഉറപ്പായിട്ടും എണീറ്റ് നടക്കും. ആ അമ്മ പറയുന്നത് പോലെയൊക്കെ നടക്കുവോടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു, ഉറപ്പായിട്ടും നടക്കും കണ്ണേട്ട, ആ അമ്മ പറഞ്ഞതൊന്നും നടക്കാതിരുന്നിട്ടില്ല. ദൈവിക ചൈതന്യമുള്ള അമ്മ തന്നെയാണ്. നമ്മുടെ ഓരോ കാര്യം വ്യക്തമായിട്ട് അമ്മയ്ക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ കണ്ണന് ഒരുപാട് സന്തോഷമാകുന്നു. മാത്രമല്ല കണ്ണൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് പോകണം. ഇൻസ്പെക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും തെറ്റുകുറ്റം കണ്ടു കഴിഞ്ഞാൽ അമ്മാവനാണ് എൻ്റെ സഹോദരനാണെന്നുള്ള ഒരു കൺസിഡറേഷനൊന്നും അവർക്ക് കൊടുക്കണ്ട, നല്ല മറുപടി കൊടുത്തിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു, അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ, ഉറപ്പായിട്ട് ഞാൻ ശ്രദ്ധിച്ചേക്കാം. അങ്ങനെ മഹാലക്ഷ്മിയും ബാലചന്ദ്രൻ സൂപ്പർവൈസറുമായിട്ട് പണി സൈറ്റിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ, അതായത് തലേ ദിവസം രാത്രി തന്നെ മഹാലക്ഷ്മി വരാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് ഉണ്ണിയും വാമദേവനും ഒരു കെണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതറിയാതെയാണ് മഹാലക്ഷ്മിയും ബാലചന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവിടെ വന്ന് പേപ്പേഴ്സും ഡോക്യുമെൻസും ഒക്കെ നോക്കിയ മഹാലക്ഷ്മി ഉണ്ണിക്ക് നല്ലൊരു മറുപടി കൊടുക്കുന്നു. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള അധികാരം മാത്രമല്ല, എന്തെങ്കിലും വർക്ക് ചെയ്യണം, അതിന് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്ക് തീരെ ഇഷ്ടപ്പെടാതെ തല കുനിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. വാമദേവനും കലിയാകുന്നുണ്ട്. വാമദേവനും ഉണ്ണിക്കും കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ജോലിക്കാർ സിമെൻറ്റ് കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വാമദേവനും ഉണ്ണിയും കൂടെ ചേർന്ന് പറഞ്ഞിരുന്നു, സിമെൻറ്റൊന്നും അധികം ചേർക്കണ്ട, കുറച്ച് മണ്ണ് ചേർത്താൽ മതി, ഞങ്ങളിതൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ളവരാണ്, ഇത്രയും ആത്മാർത്ഥതയൊന്നും കാണിക്കേണ്ടെന്ന് പറയുന്ന അതെല്ലാം ബാലചന്ദ്രൻ കേട്ടിരുന്നു. ബാലചന്ദ്രനാണ് അന്നേരം വാമദേവനും ഉണ്ണിക്കും തക്ക മറുപടി കൊടുത്തത്. ആ വിവരമെല്ലാം മഹാലക്ഷ്മിയെ അറിയിച്ചിരുന്നു. അതും കൂടി വെച്ചാണ് മഹാലക്ഷ്മി അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് മഹാലക്ഷ്മിയും ബാലചന്ദ്രനും കൂടി അവിടെ എല്ലാം ചുറ്റി നടന്ന് നോക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ തല കുനിച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ പറഞ്ഞാലും മഹാലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് ആ കമ്പനിയിലെ എല്ലാ അധികാരങ്ങളും നോക്കി നടത്തിയിരുന്നത് ഉണ്ണിയും മേഘനും വാമനും ഒക്കെയാണ്. എന്നിട്ടിപ്പോൾ അവിടെ വെറും ജോലിക്കാരുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ, തങ്ങൾക്ക് യാതൊരു വിലയും നിലയും ജോലിക്കാർക്കിടയിൽ പോലും തങ്ങളോടില്ല എന്നൊക്കെയുള്ളൊരു വല്ലാത്ത വിഷമമുണ്ട്. അന്നേരം വാമദേവനാണെങ്കിൽ ഉണ്ണിയെ സമാധാനിപ്പിക്കുന്നുണ്ട്.
അവളുടെ ചോരത്തിളപ്പ് ഇന്നത്തോടെ തീരും, നീ സമാധാനിക്കടാ മോനെ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നു, അത് നടന്ന് കണ്ടാൽ മതിയായിരുന്നു, എങ്കിലേ എനിക്ക് സന്തോഷമാകൂ. ആ വീൽ ചെയറിലിരിക്കുന്ന ആൾ തലയേക്കയറ്റി വെച്ചിരിക്കുമല്ലേ അവരെ, അതിൻ്റെ എല്ലാ അഹങ്കാരവും അവർ കൊണ്ടുതാനും എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നു, ഇന്നും കൂടി കണ്ടാൽ മതി, ഇന്ന് നമ്മുടെ ദിവസമാടാ മോനെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ബാലചന്ദ്രനും മഹാലക്ഷ്മിയും ഇവരൊരുക്കി വെച്ചിരിക്കുന്ന കെണിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അത് മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ കൊലയാളി പറയുന്നുണ്ട്, അവർ ചെറുതായിട്ടൊന്ന് ചവിട്ടിയാൽ മതി, തട്ട് പൊളിഞ്ഞ് താഴെ വീണോളും. മഹാലക്ഷ്മിയാണെങ്കിൽ ആ കെണിയുടെ മുകളിൽ ചവിട്ടുന്നതായിട്ട് കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മേഘൻ ഒരു കോൾ വരുന്നുണ്ട്. എന്നിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന മേഘൻ ഒരുപാട് സന്തോഷിച്ച് സംസാരിക്കുന്നതാണ്. മിക്കവാറും മഹാലക്ഷ്മി അതിൻ്റെ മേളിൽ നിന്ന് താഴേക്കും കാണും, വീണ് കാണും. പക്ഷേ മഹിക്ക് സീരിയസ് ആയിട്ടൊരു അപകടവും പറ്റിക്കാണില്ല. കാരണം ദേവി മുത്തശ്ശിയും ദൈവങ്ങളും മാർക്കോയും എല്ലാവരും കൂട്ടിനുള്ളപ്പം അങ്ങനെയൊന്നും മഹാലക്ഷ്മിക്ക് അപകടം പറ്റില്ല. നിസ്സാരമായിട്ട് എന്തെങ്കിലും പോറൽ പറ്റിയിട്ടുണ്ടാകാം. ആ ഒരു സന്തോഷ വാർത്തയായിരിക്കും മിക്കവാറും മേഘനെ വിളിച്ച് വാമദേവന് ഉണ്ണി അറിയിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ ഇന്നത്തെ മഹാ എപ്പിസോഡോടുകൂടി അറിയാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ പോലും, ഇപ്പം മരിച്ചില്ലേ പോലും കണ്ണൻ അത് സീരിയസ് ആയിട്ട് എടുക്കും. ഒന്നിനെയും വീട്ടിൽ വെച്ചേക്കത്തില്ല. കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാവരെയും അടിച്ചിറക്കി വിടാൻ ചാൻസ് ഉണ്ട്. കാരണം തങ്ങളുടെ ജീവൻ ഇവർ അപകടകാരികളാണെന്ന് പൂർണ്ണമായിട്ടും തെളിയിക്കുമല്ലേ. ഈ തെളിവുകളെല്ലാം വെച്ച് കേസ് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.